വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഞാൻ പ്രമദ. നിങ്ങളിൽ പലരും കേട്ടറ്റിന് പ്രിപ്പയർ ചെയ്യുന്നവരായിരിക്കും. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് കേട്ടറ്റ് 3 നാച്ചുറൽ സയൻസിൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. എപ്പോഴും നമ്മൾ കേട്ടറ്റ് പഠിക്കുമ്പം പ്രീവിയസ് ക്വസ്റ്റ്യൻസ് അനലൈസ് ചെയ്തിട്ട് വേണം പഠിക്കാൻ. അപ്പോഴാണ് നമ്മൾക്ക് അതിൻ്റെ ക്വസ്റ്റ്യൻ പാറ്റേൺ, ഏതൊക്കെ ഏരിയയിൽ നിന്ന് കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്, ക്വസ്റ്റ്യൻസിൻ്റെ സ്റ്റാൻഡേർഡ് എത്രയാണ് തുടങ്ങിയ കാര്യങ്ങൾ മനസ്സിലാവുള്ളൂ. അപ്പോൾ PYQ പഠിച്ചിട്ട് അതിൻ്റെ റിലേറ്റഡ് ഫാക്ടേഴ്സും കൂടെ മനസ്സിലാക്കിയിട്ട് വേണം എപ്പോഴും നമ്മൾ കേട്ടറ്റിന് പ്രിപ്പയർ ചെയ്യാൻ. അപ്പോൾ നമുക്ക് കഴിഞ്ഞ തവണ കേട്ടറ്റിന് ചോദിച്ച ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും അതിൻ്റെ സൊല്യൂഷൻസും നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഡേഷ് ഇസ് ആൻ എക്സാമ്പിൾ ഫോർ ആൻ എപ്പിഫില്ലസ് ബ്രയോഫൈറ്റ്. ഓപ്ഷൻ എ ആന്തോസെറോസ്, ഓപ്ഷൻ ബി ബോക്സ്ബോമിയ എഫില്ല, ഓപ്ഷൻ സി നിയം ഹോണം, ഓപ്ഷൻ ഡി റാഡുല പ്രൊട്ടൻസ. എന്താണ് എപ്പിഫില്ലസ് ബ്രയോഫൈറ്റ്? നമുക്കറിയാം ബ്രയോഫൈറ്റ്സിൻ്റെ എന്താണ് ബ്രയോഫൈറ്റ്സിൻ്റെ കോമൺ നെയിം? ആംഫിബിയൻസ് ഓഫ് പ്ലാൻ കിങ്ഡം. പ്ലാൻ കിങ്ഡത്തിലെ ആംഫിബിയൻസ് ആണ് ബ്രയോഫൈറ്റ്സ്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? അവയ്ക്ക് ഫെർട്ടിലൈസേഷൻ എന്താവശ്യമാണ്? വെള്ളം ആവശ്യമാണ്. അതുകൊണ്ടാണ് ബ്രയോഫൈറ്റ്സിന് എപ്പോഴും ആംഫിബിയൻസ് ഓഫ് പ്ലാൻ കിങ്ഡം എന്ന് പറയുന്നത്. അപ്പോൾ മനസ്സിലാക്കുക, ബ്രയോഫൈറ്റ്സിൻ്റെ ഡോമിനൻ്റ് ഫേസ് എന്ന് പറയുന്നത് അതിൻ്റെ ഗാമറ്റോഫിറ്റിക് ഫേസ് ആണ്. അതായത് ഹാപ്ലോയിഡ് ഫേസ് ആണ് ബ്രയോഫൈറ്റ്സിൽ ഡോമിനൻ്റ് ആയിട്ട് വരുന്നത്. ഇനി എന്താണ് എപ്പിഫില്ലസ് ബ്രയോഫൈറ്റ്സ്? എപ്പിഫില്ലസ് എന്ന് പറഞ്ഞാൽ വാസ്കുലർ പ്ലാന്റ്സിൻ്റെ ഇലകളിൽ കാണപ്പെടുന്ന ബ്രയോഫൈറ്റ്സിനെയാണ് നമ്മൾ എപ്പിഫില്ലസ് ബ്രയോഫൈറ്റ്സ് എന്ന് പറയുക. എന്താണ്? വാസ്കുലർ പ്ലാന്റ്സിൻ്റെ ഇലകളിൽ കാണപ്പെടുന്ന ബ്രയോഫൈറ്റ്സ് ആണ് എപ്പിഫില്ലസ് ബ്രയോഫൈറ്റ്സ്. അപ്പോൾ അതിന് എക്സാമ്പിൾ ചോദിച്ചിരിക്കുന്നത് റാഡുല പ്രൊട്ടൻസയാണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ പഠിക്കുമ്പം എന്താണ് ബ്രയോഫൈറ്റ്സ് എന്ന് പഠിക്കണം, അതിൻ്റെ റിലേറ്റഡ് ഫാക്ടേഴ്സ് പഠിക്കണം, ആ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസറും കൂടെ നമ്മൾ മനസ്സിലാക്കി പഠിക്കണം. ഓക്കെ, അപ്പോൾ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്, റാഡുല പ്രൊട്ടൻസ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് എ റീസൺ ഫോർ ദി ലോസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി? ഓപ്ഷൻ എ ഇൻവേഷൻ ഓഫ് ഏലിയൻ സ്പീഷീസ്, ബി കോ എക്സ്റ്റിങ്ഷൻ, ഓപ്ഷൻ സി ഫ്രാഗ്മെന്റേഷൻ ഓഫ് ഹാബിറ്റേറ്റ്സ്, ആൻഡ് ഓപ്ഷൻ ഡി കോ-എവല്യൂഷൻ. എന്താണ് ക്വസ്റ്റ്യൻ? നോട്ട് എ റീസൺ ഫോർ ദി ലോസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി. ബയോഡൈവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? റിച്ച്നെസ് ഓഫ് സ്പീഷീസ് ആണ് അല്ലേ? കാണപ്പെടുന്ന വെറൈറ്റി ഓഫ് സ്പീഷീസ് കാണപ്പെടുന്ന ഒരു ഇക്വിലിബ്രിയത്തിനെയാണ് നമ്മൾ ബയോഡൈവേഴ്സിറ്റി എന്ന് പറയുക. അപ്പോൾ ഈ ബയോഡൈവേഴ്സിറ്റി നശിച്ചു കഴിഞ്ഞാൽ എന്താണ് അതിൻ്റെ മീനിങ്? പല സ്പീഷീസും എക്സ്റ്റിങ്ക്റ്റ് ആയി പോവുക, അല്ലെങ്കിൽ എൻഡേഞ്ചേർഡ് സോണിൽ വരിക എന്നൊക്കെയാണ് ഈ ബയോഡൈവേഴ്സിറ്റിൻ്റെ ലോസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു റീസൺ അല്ലാത്തതാണ്. അപ്പോൾ ബാക്കിയുള്ളതൊക്കെ എന്താണ്? അതിൻ്റെ റീസൺ ഒരെണ്ണം മാത്രമാണ് എക്സെപ്ഷൻ. മനസ്സിലാക്കുക നമ്മൾ ക്വസ്റ്റ്യൻ നന്നായിട്ട്. നോട്ട് എ റീസൺ ഫോർ ദി ലോസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി. അതിൻ്റെ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്, കോ-എവല്യൂഷൻ. എന്താണ്? കോ-എവല്യൂഷൻ. കോ-എവല്യൂഷൻ മാത്രമാണ് ബയോഡൈവേഴ്സിറ്റിൻ്റെ ലോസിന് ഒരു റീസൺ അല്ലാത്തത്, അല്ലെങ്കിൽ അതാ ബയോഡൈവേഴ്സിറ്റി ലോസിലേക്ക് ലീഡ് ചെയ്യാത്തത്. അപ്പോൾ എന്താണ് കോ-എവല്യൂഷൻ? അതായത് രണ്ടോ അതിലധികമോ സ്പീഷീസ് ഒരുമിച്ച് ഇവോൾവ് ചെയ്ത് വരുന്നതാണ്. ഒരു നാച്ചുറൽ സെലക്ഷൻ പ്രോസസ്സിലൂടെ രണ്ടോ അതിലധികമോ സ്പീഷീസ് ഒരുമിച്ച് ഇവോൾവ് ചെയ്ത് വരുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക? കോ-എവല്യൂഷൻ എന്ന് പറയുക. എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ചില ഫ്ലവേഴ്സും പോളിനേറ്റേഴ്സും. അപ്പോൾ ചില ഫ്ലവേഴ്സിന് ചില അഡാപ്റ്റീവ് സ്ട്രക്ചേഴ്സ് ഉണ്ടാവും അല്ലേ? അതിൻ്റെ ഗൈനീഷ്യൊക്കെ സ്പെഷ്യലായിട്ടായിരിക്കും. അപ്പോൾ അതിൻ്റെ പോളിനേറ്റേഴ്സിന് അതുപോലുള്ള കൊക്കോ അല്ലെങ്കിൽ അതിൻ്റെ പീക്കോ അങ്ങനെ എന്തായിരിക്കും ആ ലെവലിൽ കാണപ്പെടും. അതിനെയാണ് നമ്മൾ എന്ത് പറയുക? കോ-എവല്യൂഷൻ എന്ന് പറയുക. അപ്പോൾ അതിനൊരു എക്സാമ്പിൾ വരുന്നതാണ് ഫ്ലവേഴ്സും പോളിനേറ്റേഴ്സും തമ്മിലുള്ള അഡാപ്റ്റേഷൻ. അതുപോലെ തന്നെ മോത്ത്സും ഓർക്കിഡ്സും. ചില മോത്തുകൾ നൈറ്റ് കാണുന്നല്ലേ, നൈറ്റ് ഫ്ലൈസ് ആണ്. അപ്പോൾ മോത്ത്സും ഓർക്കിഡ്സും തമ്മിലുള്ള ഇൻട്രാക്ഷൻ, ഇതൊക്കെ എന്തിന് എക്സാമ്പിളാണ്? കോ-എവല്യൂഷൻ. അപ്പോൾ കോ-എവല്യൂഷൻ മാത്രമാണ് എന്തിലേക്ക് ലീഡ് ചെയ്യാത്തത്? ബയോഡൈവേഴ്സിറ്റി ലോസിലേക്ക് ലീഡ് ചെയ്യാത്തത്. ബാക്കിയുള്ളതെല്ലാം, അതായത് ഇൻവേഷൻ ഓഫ് ഏലിയൻ സ്പീഷീസ്, ചില ഏലിയൻ സ്പീഷീസ് പുതിയ സ്പീഷീസ് കടന്നു വരുമ്പോൾ എന്ത് ചെയ്യും? ആ ഭാഗത്ത് ബയോഡൈവേഴ്സിറ്റി അല്ലെങ്കിൽ ആ അവിടുത്തെ ഒരു ഇക്വിലിബ്രിയത്തിന് ലോസ് സംഭവിക്കും. അതുപോലെ തന്നെ കോ എക്സ്റ്റിങ്ഷൻ, അതും ലോസ് ആണ്. ഇനി ഫ്രാഗ്മെന്റേഷൻ ഓഫ് ഹാബിറ്റേറ്റ് ഒക്കെ നമ്മൾ വേർതിരിക്കുമ്പോഴും എന്ത് ചെയ്യുന്നു? ചില സ്പീഷീസിന് നിലനിൽപ്പില്ലാതെ പോകും. അപ്പോൾ അതൊക്കെ എന്തിന് ലീഡ് ചെയ്യുന്നുണ്ട്? ബയോഡൈവേഴ്സിറ്റിൻ്റെ നാശത്തിന് ലീഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ബയോഡൈവേഴ്സിറ്റി ലോസിന് ലീഡ് ചെയ്യാത്ത ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത് കോ-എവല്യൂഷൻ ആണ്. അപ്പോൾ കറക്റ്റ് ഓപ്ഷൻ എന്താണ്? ഓപ്ഷൻ ഡി ആണ്, കോ-എവല്യൂഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ ആൻജിയോസ്പെർമ്സ് sometimes it is seen that an embryo may be formed from the diploid cells of the nucellus. It is a case of dash. Option A Appospore, option B Parthenocarpy, option C Parthenogenesis, and option D Polyembryony.
എന്താണ് ക്വസ്റ്റ്യൻ? ആൻ എംബ്രിയോ മേ ബി ഫോംഡ് ഫ്രം എ ഡിപ്ലോയിഡ് സെൽസ് ഓഫ് ദ ന്യൂസെല്ലസ്. ന്യൂസെല്ലസിലെ ഡിപ്ലോയിഡ് സെൽസ്. ആക്ച്വലി എംബ്രിയോ എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്? എംബ്രിയോ ഫോം ചെയ്യുന്നത് ആഫ്റ്റർ ഫെർട്ടിലൈസേഷൻ ആണ് അല്ലേ? അതായത് ഹാപ്ലോയിഡ് എഗ്ഗും ഹാപ്ലോയിഡ് സ്പേം സെൽസും തമ്മിൽ ഫ്യൂസ് ചെയ്തിട്ടാണ് എന്തുണ്ടാവുന്നത്? ഡിപ്ലോയിഡ് എംബ്രിയോ ഉണ്ടാവുന്നത്. അപ്പോൾ 2 ഹാപ്ലോയിഡ് സെല്ലുകളാണ് അവിടെ ഫ്യൂസ് ചെയ്തിട്ടാണ് ഡിപ്ലോയിഡ് എംബ്രിയോ ഉണ്ടാവുന്നത്. അതാണ് നോർമൽ എംബ്രിയോയുടെ ഫോർമേഷൻ. പക്ഷെ ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഡിപ്ലോയിഡ് സെൽസ് ഓഫ് ദി ന്യൂസെല്ലസ്. ന്യൂസെല്ലസ് എന്തിൻ്റെ ഭാഗമാണ്? സ്പോറോഫൈറ്റിൻ്റെ ഭാഗമാണ്. അതുകൊണ്ടാണ് അവിടെ എന്ത് വരുന്നത്? ഡിപ്ലോയിഡ് സെൽസ് വരുന്നത്. അപ്പോൾ ഡിപ്ലോയിഡ് സെൽസ് അല്ലെങ്കിൽ ഒരു സ്പോറോഫൈറ്റിൽ നിന്ന് എംബ്രിയോ ഉണ്ടാവുന്നതിനെ നമ്മൾ പറയുന്നതാണ് അപ്പോസ്പോറി. എന്താ പറയുക? അപ്പോസ്പോറി. അപ്പോൾ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്, അപ്പോസ്പോറി. മനസ്സിലായി? അപ്പോസ്പോറി എന്താണ്? ഒരു ഡിപ്ലോയിഡ് സെല്ലിൽ നിന്ന് അല്ലെങ്കിൽ സ്പോറോഫൈറ്റിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് എംബ്രിയോ ഉണ്ടാവുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക? അപ്പോസ്പോറി എന്ന് പറയുക. പാർത്തനോകാർപ്പിയും പാർത്തനോജെനിസിസ് ഒക്കെ എന്താണ്? സീഡ്ലെസ് ആണ് അല്ലേ? സീഡ്ലെസ് ഉള്ള ഇതിനെയാണ് നമ്മൾ പാർത്തനോകാർപ്പി എന്ന് പറയുന്നത്. അതുപോലെ പോളി എംബ്രിയോണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൾട്ടിപ്പിൾ എംബ്രിയോസ് ഉണ്ടാവുന്നു. പക്ഷെ അവിടെ എംബ്രിയോ ഫോർമേഷൻ എങ്ങനെയായിരിക്കും? നോർമൽ ആയിരിക്കും. അതായത് ഹാപ്ലോയിഡ് സെൽ ഫ്യൂസ് ചെയ്തിട്ട് ഡിപ്ലോയിഡ് എംബ്രിയോ ഉണ്ടാവുന്നു. സാധാരണ ഒരു എംബ്രിയോ ആണ് ഉണ്ടാവുന്നത്. ഇത് എന്ത് സംഭവിക്കുന്നു? ഒന്നിൽ കൂടുതൽ എംബ്രിയോ ഉണ്ടാവുന്നു. അതിനെയാണ് പോളി എംബ്രിയോണി പറയുക. പക്ഷെ ഉണ്ടാവുന്നത് എപ്പോഴും ഹാപ്ലോയിഡ് ആയിട്ടുള്ള ഗ്യാമറ്റോഫൈറ്റിൽ നിന്നാണ്. അപ്പം ന്യൂസെല്ലസ് അല്ലെങ്കിൽ സ്പോറോഫൈറ്റിന്റെ പാർട്ടായിട്ട് ഉള്ള സെൽസിൽ നിന്ന് എംബ്രിയോ ഉണ്ടാവുന്നതിനെയാണ് നമ്മൾ അപ്പോസ്പോറി എന്ന് പറയുക. അപ്പോൾ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ നമ്പർ ഓഫ് ക്രേനിയൽ ബോൺസ് ഇൻ ഹ്യൂമൻ ഈസ്? ഓപ്ഷൻ എ 18, ഓപ്ഷൻ ബി 8, ഓപ്ഷൻ സി 22, ഓപ്ഷൻ ഡി 14. അപ്പം ക്രേനിയൽ ബോൺസ് അതായത് തലയോട്ടിയിലെ എല്ലുകളുടെ എണ്ണം, ക്രേനിയൽ സ്കള്ളിലെ എല്ലുകളുടെ എണ്ണമാണ് ചോദിച്ചിരിക്കുന്നത്. എത്ര എണ്ണമാണ് കാണപ്പെടുക? 8 ആണ് കാണപ്പെടുക. കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. 8 നമ്പേഴ്സ് ആണ് കാണപ്പെടുന്നത്. ഓപ്ഷൻ ബി ഈസ് ദി കറക്റ്റ് ആൻസർ. 8 ബോൺസ് ആണ് നമ്മളുടെ ക്രേനിയൽ ബോൺസിൽ കാണപ്പെടുന്നത്. അപ്പം അതിൽ കാണപ്പെടുന്നത് 1 ഒസിപിറ്റൽ, 1 ഒസിപിറ്റലാണ്, 2 ടെമ്പോറൽ ബോൺസ് കാണപ്പെടുന്നുണ്ട്, 2 പെരിറ്റൽ ബോൺസ് കാണപ്പെടുന്നുണ്ട്, ഒരു സ്ഫീനോയിഡ് ബോൺ കാണപ്പെടുന്നുണ്ട്, ഒരു എത്മോയിഡ്, ദെൻ 1 ഫ്രോണ്ടൽ ബോൺ. അങ്ങനെ 8 ക്രേനിയൽ ബോൺസ് ആണ് സ്കള്ളിൽ കാണപ്പെടുന്നത്. അപ്പോൾ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ 8 ആണ്. ഓപ്ഷൻ ബി ഈസ് ദി കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റെഡ് സ്നോ ഈസ് കോസ്ഡ് ബൈ സ്പീഷീസ് ഓഫ് ഡാഷ്. നമുക്ക് 4 സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്. സ്റ്റേറ്റ്മെൻറ്റ് രൂപത്തിലുള്ള ക്വസ്റ്റ്യൻ ആണ്. 4 എണ്ണം തന്നിട്ടുണ്ട്. ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ക്ലമൈഡോമോണസ്, സെക്കൻഡ് ഗ്ലോക്കോകാപ്സ, തേർഡ് സ്കോട്ടല്ല, ഫോർത്ത് ഡയറ്റംസ്. ഓപ്ഷൻ എ 1 ഓൺലി, ഓപ്ഷൻ ബി 4 ഓൺലി, ഓപ്ഷൻ സി 1 and 4, ഓപ്ഷൻ ഡി 1, 2, 3 and 4. റെഡ് സ്നോ ഉണ്ടാക്കുന്നത് ക്ലമൈഡോമോണസ് എന്നുള്ള സ്പീഷീസിലാണ് റെഡ് സ്നോ ഉണ്ടാക്കുന്നത്. ക്ലമൈഡോമോണസ് എന്ന് പറയുന്നത് ഗ്രീൻ ആൽഗിയാണ് അല്ലേ? ഗ്രീൻ ആൽഗിയാണ് ക്ലമൈഡോമോണസ്. അപ്പോൾ ക്ലമൈഡോമോണസ് ആണ് റെഡ് സ്നോ കോസ് ചെയ്യുന്നത്. അപ്പോൾ റെഡ് സ്നോയ്ക്ക് കാരണം ക്ലമൈഡോമോണസ് ആണെന്ന് പറഞ്ഞു. ക്ലമൈഡോമോണസ് നിവാലിസ് ആണ് സ്പീഷീസ് എന്ന് പറയുന്നത്. അപ്പോൾ ക്ലമൈഡോമോണസ് നിവാലിസ് ആണ് മെയിൻലി റെഡ് സ്നോ എന്നുള്ള ഒരു ഫിനോമിനൻ കോസ് ചെയ്യുന്നത്. അപ്പോൾ അതിന് കാരണമായി പിഗ്മെന്റ് എന്ന് പറയുന്നത് ആസ്റ്റാസാന്തിനാണ്. ആസ്റ്റാസാന്തിൻ എന്നുള്ള പിഗ്മെന്റ് ആണ് ഈ റെഡ് സ്നോയ്ക്ക് കാരണം. അപ്പം ക്ലമൈഡോമോണസ് എന്ന് പറയുന്നത് ഒരു ഗ്രീൻ ആൽഗിയാണ്. അപ്പോൾ ഗ്രീൻ ആൽഗിയുടെ കാര്യം നോക്കുമ്പോൾ നമുക്കറിയാം, ഗ്രീൻ ആൽഗി എന്ന് പറയുന്നത് വളരെയധികം എക്കണോമിക്കൽ ഇമ്പോർട്ടൻ്റ് ആണ്. ക്ലോറല്ല പോലുള്ള ആൽഗയ്ക്ക് ഉൾപ്പെടുന്നതാണ് ഈ ഗ്രീൻ ആൽഗി. അവിടെ റിസർവ് ഫുഡ് എന്ന് പറയുന്നത് സ്റ്റാർച്ച് ആണ് അല്ലേ? അപ്പോൾ ഗ്രീൻ ആൽഗിയിൽ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മെമ്പറാണ് ഈ ക്ലമൈഡോമോണസ്. അപ്പോൾ ഓർത്ത് വയ്ക്കുക, റെഡ് സ്നോ എന്ന് പറയുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും റെഡ് ആൽഗിയിലേക്ക് നമ്മളുടെ ആൻസർ പോകും. അല്ല, ഗ്രീൻ ആൽഗി ആയിട്ടുള്ള ക്ലമൈഡോമോണസ് ആണ് റെഡ് സ്നോ കോസ് ചെയ്യുന്നത്. അതിന് കാരണമായിട്ടുള്ള പിഗ്മെന്റ് ആസ്റ്റാസാന്തിനാണ്. ക്ലമൈഡോമോണസ് നിവാലിസ് എന്നുള്ള സ്പീഷീസ് ആണ് പ്രധാനമായിട്ടും റെഡ് സ്നോ കോസ് ചെയ്യുന്നത്. അപ്പോൾ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്, 1 ഓൺലി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡാഷ് ഫോം ദ ബേസൽ ബോഡി ഓഫ് സിലിയ. സിലിയയുടെ ബേസൽ ബോഡി ഉണ്ടാക്കിയിരിക്കുന്നത്. ഓപ്ഷൻ എ ഗ്ലയോക്സിസം, ഓപ്ഷൻ ബി എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, ഓപ്ഷൻ സി സെൻട്രിയോൾ ആൻഡ് ഓപ്ഷൻ ഡി ജോൾജി അപ്പാരറ്റസ്. അപ്പോൾ ഒരു സിലിയയുടെ ബേസൽ ബോഡി, അമീബിയിൽ കാണപ്പെടുന്ന സ്ട്രക്ചറാണ് സിലിയും ഫ്ലജെല്ലയും അല്ലേ? അപ്പോൾ അതിൻ്റെ ബേസൽ ബോഡി ഉണ്ടാക്കിയിരിക്കുന്നത് സെൻട്രിയോളും പ്രോട്ടീൻ സ്ട്രക്ചറും ചേർന്നിട്ടാണ്. എന്തൊക്കെയാണ്? സെൻട്രിയോൾ ആൻഡ് പ്രോട്ടീൻ സ്ട്രക്ചർ ചേർന്നിട്ടാണ് ഈ സിലിയയുടെ ബേസൽ ബോഡി ഉണ്ടാക്കിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്, സെൻട്രിയോൾ. സിലിയയുടെ ബേസൽ ബോഡീനെ നമ്മൾ പറയുന്ന പേര് ബേസൽ ഗ്രാന്യൂൾ അല്ലെങ്കിൽ കൈനറ്റോസോം അല്ലെങ്കിൽ ബ്ലിഫാരോഫാസ്റ്റ് എന്നൊക്കെ എന്ത് പറയുന്നുണ്ട്? ഈ സിലിയയുടെ ബേസൽ ബോഡീനെ പറയുന്നുണ്ട്. അപ്പോൾ ബേസൽ ബോഡി എന്ന് പറയുമ്പം സിലിയയുടെ ഡെവലപ്മെൻറ്റിന് അതിന് സഹായിക്കുന്ന പാർട്ടാണ് ഈ ബേസൽ പാർട്ട്. അപ്പോൾ അത് ഉണ്ടാക്കിയിരിക്കുന്നത് സെൻട്രിയോൾ ആൻഡ്
പ്രോട്ടീൻ സ്ട്രക്ചർ കൊണ്ടാണ് അത് ആഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പം കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ കനിബാൾ ഈസ് എ സ്പൈഡർ, ഓപ്ഷൻ ബി സിൽക്ക് മോത്ത്, ഓപ്ഷൻ സി ഹൗസ് ഫ്ലൈ ആൻഡ് ഓപ്ഷൻ ഡി ഹണി ബി. എന്താണ് കനിബാൾ എന്ന് പറയുന്നത്? ഒരു ഓർഗാനിസം അതിൻ്റെ ജീനസിൽപ്പെട്ട ഓർഗാനിസത്തിനെ ഭക്ഷിക്കുന്നതിനെയാണ് നമ്മൾ കനിബാൾ എന്ന് പറയുന്നത്. സാധാരണയായിട്ട് നമുക്കറിയാം പ്രേ പ്രെഡേറ്റർ റിലേഷൻഷിപ്പിൽ എപ്പോഴും വേറെ ഒരു സ്പീഷീസിനെയാണ് അത് ഭക്ഷണമാക്കുക അല്ലേ. പക്ഷേ ഒരേ ഓർഗാനിസം അതിൻ്റെ തന്നെ ജീനസിനെ ഭക്ഷണമാക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക? കനിബാൾ എന്ന് പറയുക. അപ്പോൾ കനിബാളിന് ഒരു ഉദാഹരണം വരുന്നത് സ്പൈഡറാണ്. സ്പൈഡറാണ് സാധാരണയായിട്ട് അതിൻ്റെ ജീനസിനെ തന്നെ എന്ത് ചെയ്യുന്നത്? ഭക്ഷണമാക്കുന്നത്. അപ്പോൾ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്, സ്പൈഡർ. അപ്പോൾ നമുക്ക് സ്പൈഡർ എന്ന ആൻസർ ചൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് ആദ്യം എന്തറിയണം? എന്താണ് കനിബാൾ എന്നുള്ള വേർഡിൻ്റെ മീനിങ്, അല്ലെങ്കിൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് ആദ്യം മനസ്സിലാക്കണം. അപ്പോൾ കനിബാൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഓർഗാനിസം അതിൻ്റെ സ്പീഷീസിനെ തന്നെ അല്ലെങ്കിൽ അതിൻ്റെ ജീനസിനെ തന്നെ ഭക്ഷണമാക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക? കനിബാൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. എന്താണ്? സ്പൈഡർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ വൈറസ് വിച്ച് possesses double stranded RNA is known as option A T4 phage, option B lambda phage, option C adenovirus and option D rotavirus. അപ്പം വൈറസിന് ഡബിൾ സ്റ്റാൻഡേർഡ് RNA. അപ്പോൾ വൈറസിൻ്റെ പ്രത്യേകത എന്താണ്? വൈറസ് എന്ന് പറയുന്നത് പാത്തോജനിക് ആയിട്ടുള്ള ഒരു ഓർഗാനിസമാണ് അല്ലേ. പാത്തോജനിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇൻഫെക്ഷ്യസ് പാർട്ടിക്കിൾ. വൈറസ് എന്നുള്ള വേർഡ് മീനിങ് എന്താണ്? പോയിസൺ എന്നുള്ള വേർഡ് മീനിങ് ആണ് വൈറസിന് വരുന്നത്. അതായത് വൈറസ് സ്വതന്ത്രമായിട്ട് നിൽക്കുമ്പോൾ എപ്പോഴും എന്ത് ചെയ്യില്ല, അത് ഇനാക്റ്റീവ് ആയിരിക്കും, അത് ആക്റ്റീവ് ആയിരിക്കില്ല. എപ്പോഴതൊരു ഹോസ്റ്റിലേക്ക് ഇൻ്ററപ്റ്റ് ചെയ്യുന്നോ, ഒരു ഹോസ്റ്റായിട്ട് ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നോ, അപ്പോഴതിൻ്റെ ജനറ്റിക് മെറ്റീരിയൽ ട്രാൻസ്ഫർ ചെയ്യപ്പെടുകയും അതെന്ത് ചെയ്യുന്നു? ആക്റ്റീവായി ഡിവൈഡ് ചെയ്യുകയും ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ വൈറസ് എന്നുള്ള വേർഡ് മീനിങ് എന്താണ്? പോയിസൺ ആണ് അല്ലേ. പാത്തോജനിക് ആയിട്ടുള്ള ഒരു ഓർഗാനിസം ആണ്, ഒരു പാത്തോജനിക് മെറ്റീരിയൽ ആണ്. ഓർഗാനിസം എന്നൊന്നും പറയാൻ പറ്റില്ല, ഒരു ജനറ്റിക് മെറ്റീരിയൽ മാത്രമാണ് എന്ത് പറയുന്നത്? വൈറസ് എന്ന് പറയുന്നത്. അപ്പോൾ വൈറസിൽ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ്, വൈറസിന് എപ്പോഴും ഒരു പ്രൊട്ടക്റ്റീവ് കവറിങ് ഉണ്ടാവും. ആ പ്രൊട്ടക്റ്റീവ് കവറിങ്ങിന് പറയുന്ന പേരെന്താണ്? ക്യാപ്സിഡ്. എന്താ പറയുക? ക്യാപ്സിഡ്. ഒരു പ്രോട്ടീനേഷ്യസ് ആയിട്ടുള്ള ഒരു പ്രൊട്ടക്റ്റീവ് കവറിങ് ഉണ്ടാവും, ക്യാപ്സിഡ്. ഈ ക്യാപ്സിഡ് ക്യാപ്സോമിയർ എന്ന് പറയുന്ന ചെറിയ ചെറിയ യൂണിറ്റുകൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് രണ്ടും ഓർത്ത് വെക്കേണ്ടതാണ് വൈറസ് പഠിക്കുമ്പോൾ. വൈറസിൻ്റെ വേർഡ് മീനിങ് എന്താണെന്ന് പഠിക്കണം, അതിൻ്റെ പ്രൊട്ടക്റ്റീവ് കവറിങ് എന്താണെന്ന് പഠിക്കണം, അതിൻ്റെ യൂണിറ്റ്സുകൾ. എന്താ യൂണിറ്റ്സുകൾ? ക്യാപ്സോമിയേഴ്സ്. ഓക്കെ, അപ്പം വൈറസിൽ DNA-യോ RNA-യോ ആയിരിക്കും ജനറ്റിക് മെറ്റീരിയൽ ഉണ്ടാകുക. അത് സിംഗിൾ സ്റ്റാൻഡേർഡ് ആവാം അല്ലെങ്കിൽ ഡബിൾ സ്റ്റാൻഡേർഡ് ആവാം. ഇതൊക്കെ വൈറസിൻ്റെ പ്രത്യേകതകളാണ്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഡബിൾ സ്റ്റാൻഡേർഡ് RNA. ഡബിൾ സ്റ്റാൻഡേർഡ് RNA കാണപ്പെടുന്ന വൈറസ് എന്ന് പറയുന്നത് റോട്ടാ വൈറസ് ആണ്. റോട്ടാവിരിഡിയ എന്നുള്ള ഫാമിലിയിൽ ഉൾപ്പെട്ട റോട്ടാ വൈറസ് ആണ് ഡബിൾ സ്റ്റാൻഡേർഡ്. ഒരുപാട് ഗ്യാസ്ട്രോയിക് ആയിട്ടുള്ള ഡിസീസ് ഒക്കെ ഉണ്ടാക്കുന്ന പാത്തോജനിക് ആയിട്ടുള്ള ഒരു വൈറസ് ആണ് റോട്ടാ വൈറസ്. അപ്പോൾ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്, റോട്ടാ വൈറസ്. ക്ലിയർ ആയോ? അപ്പം നമ്മൾ കേട്ടതിന് പഠിക്കുമ്പം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇതുപോലെയാണ്. PYQ ബേസ് ചെയ്തിട്ട് അതിൻ്റെ ക്വസ്റ്റ്യൻസും അതിൻ്റെ റിലേറ്റഡ് ഫാക്റ്റും നന്നായിട്ട് മനസ്സിലാക്കി തന്നെ പഠിക്കണം. കാരണം കേട്ടറ്റിന് ഒരുപാട് അപ്ഡേഷൻസ് വരുന്നുണ്ട്, ക്വസ്റ്റ്യൻസിൻ്റെ സ്റ്റാൻഡേർഡ് ഒരുപാട് കൂടി വരുന്നുണ്ട്, സ്റ്റേറ്റ്മെൻറ്റ് രൂപത്തിലുള്ള ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അപ്പോൾ നമുക്കിത് കൃത്യമായിട്ട് ആൻസർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് അതിൻ്റെ കണ്ടൻറ്റും കൂടെ മനസ്സിലാവണം. കേട്ടറ്റിന് ഇത്രയ്ക്ക് മൈനസ് മാർക്ക് ഇല്ല, പക്ഷേ പലരും ബോർഡർ മാർക്കിൽ നിൽക്കുന്നതിൻ്റെ മെയിൻ റീസൺ എന്താണ്? കൃത്യമായിട്ട് ഒരു സ്റ്റഡി സ്ട്രാറ്റജി ഇല്ലാതെ പഠിക്കുന്നത് മൂലമാണ്. അപ്പോൾ നമ്മൾക്ക് സിലബസിൽ ഉള്ള ഭാഗത്ത് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ്, അതായത് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ബേസ് ചെയ്തിട്ട് എവിടെ നിന്നൊക്കെ കൂടുതൽ ക്വസ്റ്റ്യൻ വരുന്നോ ആ ഭാഗം കൂടുതൽ ഫോക്കസ് ചെയ്ത് തന്നെ പഠിക്കണം. അപ്പോൾ നമുക്ക് ഒരു ലോങ് ടേം പ്രിപ്പറേഷൻ ആവശ്യമുണ്ട്. അപ്പോൾ കോമ്പറ്റേറ്റീവ് ക്രാക്കറിൽ ഒരു പുതിയ ലോങ് ബാച്ച് ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബാച്ചിൻ്റെ പ്രത്യേകത സിലബസിൽ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടുള്ള വീഡിയോ ക്ലാസ്സുകളാണ് നമുക്ക് ആപ്പിൽ അവൈലബിൾ ആയിട്ടുള്ളത്. അതുകൂടാതെ നമ്മൾക്ക് ലൈവ് ക്ലാസ്സുകളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ലൈവ് ക്ലാസ്സുകൾ പ്രധാനമായും PYQ ബേസ് ചെയ്തിട്ടുള്ള ലൈവ് ക്ലാസ്സുകളാണ്. അപ്പോൾ കുട്ടികൾക്ക് കണ്ടൻറ്റും അതോടൊപ്പം തന്നെ അവരുടെ ഡൗട്ട്സും ക്ലിയർ ചെയ്യാൻ പറ്റുന്ന ഒരു സെക്ഷനാണ് ലൈവ് സെക്ഷൻ. നമ്മൾ വീക്കിലി എക്സാംസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ വീക്കിൽ പഠിച്ച കാര്യങ്ങൾ കൃത്യമായിട്ടും എക്സാം എഴുതി കുട്ടികൾക്ക് അനലൈസ് ചെയ്ത് പഠിക്കാൻ സാധിക്കും. ഇതിനെല്ലാം പുറമെ നമ്മളൊരു പേഴ്സണൽ മെൻ്റൽ സപ്പോർട്ടും കൂടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ സ്റ്റുഡൻസിന് അവർക്ക് അവരുടെ സബ്ജക്റ്റ് വൈസ് ഡൗട്ട് മെൻ്ററോട് ചോദിച്ച് ക്ലിയർ ചെയ്ത് പഠിച്ചു പോകാൻ പറ്റും. അങ്ങനെ സിസ്റ്റമാറ്റിക്കായിട്ട് പഠിച്ചു പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒറ്റ തവണ കൊണ്ട് തന്നെ കേട്ടറ്റ് നേടാൻ സാധിക്കും. അധ്യാപന മേഖലയിൽ ഒരുപാട് മാറ്റങ്ങൾ വരുന്ന ഈ സമയത്ത് നമ്മൾ കേട്ടറ്റ് എത്രയും പെട്ടെന്ന് നേടുക എന്നുള്ളത് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ ഇപ്പോൾ തന്നെ കോഴ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ചു തുടങ്ങിക്കോളൂ. കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. താങ്ക്